ഹലോ എവരിവൺ, എല്ലാവർക്കും പി എസ് സി മെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തായാലും 1-2 മാർക്ക് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ഫെബ്രുവരി 3-ന് യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 10th +2 ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബാച്ചും, അതേപോലെ ഇനി വരാൻ പോകുന്ന 10th മെയിൻസിന് വേണ്ടിയിട്ട് മറ്റൊരു ബാച്ചും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും എന്തായാലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ്സുകളെല്ലാം. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ലൈവും റെക്കോർഡഡും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാലോ ലോഹങ്ങൾ അഥവാ മെറ്റൽസ് അല്ലേ? അപ്പോൾ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, പിന്നെന്താ പ്ലാറ്റിനം, ഇരുമ്പ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യമേ ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ മെറ്റൽസിന് അഥവാ ലോഹങ്ങൾക്ക് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അഥവാ ചില സവിശേഷതകളുണ്ട്. അതിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. നോക്ക്, ഹാർഡാണ്, ഷൈനിയാണ്, അതായത് തിളക്കമുള്ളതാണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുത ചാലകതയും താപചാലകതയും ആർക്കുണ്ട്? മെറ്റൽസിനെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, പിന്നെന്താ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം മാലിയബിളും ഡക്റ്റൈലും ഒക്കെ നിങ്ങൾക്ക് സുപരിചിതമായ വാക്കുകളായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ സ്കൂളുകളിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ മെറ്റൽസിന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചറാണ് ആർക്കുള്ളത്? മെറ്റൽസിന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി നേച്ചർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലിഥിയം എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-1 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ഈ 1 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണ് എന്താണ്? അത് ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. അതേപോലെ ഇത് ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും? Li+ എന്നാകും അല്ലേ? Li+ എന്നാകും. അതേപോലെ സോഡിയം ആണെങ്കിലോ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 2, 8, 1 എന്നുള്ളത്. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ഒരു ഇലക്ട്രോണും ആര് ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും? നമ്മുടെ സോഡിയം റെഡി ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? Na+ എന്ന് എഴുതും. അതാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ലോഹങ്ങൾ ഹാർഡാണ്, ഷൈനിയാണ്, തിളക്കമുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേക കാര്യം, ഹാർഡാണെന്ന് പറയുമ്പോഴും അത്ര കാഠിന്യമില്ലാത്ത ലോഹങ്ങളും നമുക്കറിയാം അല്ലേ? നമ്മുടെ ഈ സോഡിയം, ലിഥിയം പോലുള്ളവ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ അയണും സ്വർണ്ണവും ഒക്കെയാണ് ഹാർഡായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, മാലിബിലിറ്റി ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാലിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വർണ്ണമൊക്കെ അടിച്ച് പരത്താൻ, അതായത് വളരെ കനം കുറഞ്ഞ് അടിച്ച് പരത്താനായിട്ട് സാധിക്കും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ മാലിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഡക്റ്റിലിറ്റി എന്താണെന്ന് നോക്കാം. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ വയറ് പോലെ ഈ ലോഹങ്ങളെ വലിച്ചു നീട്ടാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ ഒരു സവിശേഷതയെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ലോഹദ്യുതി അഥവാ ലസ്റ്റർ. അപ്പോൾ എന്താണ് ലോഹദ്യുതി? നമ്മളിപ്പോൾ ലോഹങ്ങളെ 2ആയി മുറിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മുറിച്ച ഒരു സർഫസിൽ ഒരു തിളക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ ലസ്റ്റർ അഥവാ ലോഹദ്യുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ആണല്ലോ? ഓക്കെ, അപ്പം മാലിബിലിറ്റി ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാനുള്ളതും, ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി വയറ് പോലെ കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്നതും, ലോഹദ്യുതി അഥവാ ലസ്റ്റർ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാലോ, പീരിയോഡിക് ടേബിൾ വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ടോപ്പ് ടു
ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ താഴോട്ട് വരുന്തോറും നമുക്കറിയാം ആറ്റത്തിൻ്റെ എന്താണ് സൈസ് കൂടി കൂടി വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈസ് കൂടുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടറും കൂടും. അതേസമയം അതായത് ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാൻ ഈസി ആയിട്ട് സൈസ് കൂടുമ്പം പറ്റുമല്ലോ. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് പോവുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കുറയും. ലെഫ്റ്റ് ടു റൈറ്റ് പോവുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ് ആറ്റം അല്ലെങ്കിൽ എലമെൻസിൻ്റെ സൈസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടറും കുറയുന്നു. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മെറ്റാലിക്കിൻ്റെ പീരിയോഡിക് ട്രെൻഡ് വെച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ലിഥിയം എന്ന മെറ്റലിനെ കുറിച്ചാണ്. ലിഥിയം എന്ന മെറ്റലിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. എത്രയാണ്? 3 ആണ്. ലിഥിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണെന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യ ഗ്രൂപ്പിലെ ആദ്യ മൂലകവും കൂടിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലിഥിയം എന്ന് പറയുന്നത്. ആരാണ്? ലിഥിയം. ആവർത്തന പട്ടികയിലെ ആദ്യ ഗ്രൂപ്പിലെ ആദ്യ മൂലകം നമുക്കറിയാം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ് അല്ലേ? ആൽക്കലി മെറ്റൽസിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ആര്? ലിഥിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിഥിയത്തിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി PSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? നമ്മുടെ ലിഥിയമാണ്. അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം. മെഴുകിൽ സൂക്ഷിക്കുന്ന മൂലകം. മെഴുകിൽ സൂക്ഷിക്കുന്ന മൂലകം എന്ന സവിശേഷതയും ആർക്കുണ്ട്? ലിഥിയത്തിനുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സോഡിയം പൊട്ടാസ്യം പോലുള്ളവ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ റിയാക്ടിവിറ്റി മൂലം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ലിഥിയം മെഴുകിൽ സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിഥിയം മണ്ണെണ്ണയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ കനം കുറഞ്ഞത് ലൈറ്റസ്റ്റ് ആയതുകൊണ്ട് ഇത് പൊങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ബാറ്ററീസിലും എന്താണ് ഉപയോഗിക്കുന്നത്? ലിഥിയം അയോൺ സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ലിഥിയം അയോൺ സെല്ലാണ് നമ്മുടെ മൊബൈൽ ബാറ്ററിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ഉയർന്ന ക്രിയാശീലത, അതായത് ഹൈലി റിയാക്റ്റീവ് ആണ് ഈ ലിഥിയം എന്ന് പറയുന്ന മെറ്റൽ. അതേപോലെ തന്നെ എന്താണ് ശക്തമായ നിരോക്സീകാരിയാണ് ആര്? ലിഥിയം. ശക്തമായ റിഡ്യൂസിങ് ഏജന്റ് ആണ് ലിഥിയം എന്ന് പറയുന്നത്. അപ്പോൾ ലിഥിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം, അതായത് ആദ്യ ഗ്രൂപ്പിലെ ആദ്യ മൂലകമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം, മെഴുകിൽ സൂക്ഷിക്കുന്ന മൂലകം, മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല് ലിഥിയം അയോൺ സെല്ല്, ഹൈലി റിയാക്റ്റീവ് ആണ്, എന്താണ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇത്രയും പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലാണ് സോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ട പോയിന്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റ് ആണ് ആരെന്ന് പറയുന്നത്? സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതും എന്താണ് ഹൈലി റിയാക്റ്റീവ് ആണ്. അതേപോലെ ശക്തമായ നിരോക്സീകാരി അഥവാ റിഡ്യൂസിങ് ഏജന്റ് ആണ്. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എന്താണ് തീ പിടിക്കാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. ഇനി നമുക്ക് പരിചിതമായ കുറച്ച് പേരുകളാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് അതിൻ്റെ എന്താണ് സോഡിയം ക്ലോറൈഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഉപയോഗിക്കുന്ന ഉപ്പ് സോഡിയം ക്ലോറൈഡ് ആണെന്നറിയാം. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡിനെ എന്തെന്നും അറിയപ്പെടുന്നു? കോസ്റ്റിക് സോഡ എന്നും അറിയപ്പെടുന്നു. എന്തെന്നും അറിയപ്പെടുന്നു? കോസ്റ്റിക് സോഡ എന്നും അറിയപ്പെടുന്നു. അതേപോലെ വാഷിംഗ് സോഡ അതായത് സോഡിയം കാർബണേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. സോഡിയം കാർബണേറ്റിനെയാണ് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ബേക്കിംഗ് സോഡ എന്നും കേട്ടിട്ടുണ്ടാവും അല്ലേ? ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിങ്ങിൻ്റെ ബിയും ബൈകാർബണേറ്റിൻ്റെ ബൈയും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ചോദിക്കും ബേക്കിംഗ് സോഡയുടെ രാസനാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? സോഡിയം ബൈകാർബണേറ്റ് എന്ന് എഴുതണം. അതേപോലെ വാഷിംഗ് സോഡയുടെ ആണെങ്കിൽ സോഡിയം കാർബണേറ്റ്. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സോഡിയം സംയുക്തങ്ങളും ഉപയോഗങ്ങളും. ഈ സോഡിയത്തിന് ചില കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് PSC റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സോഡിയം സിട്രേറ്റ്.
എന്താണ്? സോഡിയം സിട്രേറ്റ്. ഈ സോഡിയം സിട്രേറ്റ് നമ്മുടെ ബ്ലഡ് ബാങ്കിലാണ് യൂസ് ചെയ്ത് വരുന്നത്. അതായത് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഏജൻ്റ് ആയിട്ട്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുക എന്നർത്ഥം. ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കാതിരിക്കാനായിട്ട് ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സോഡിയം സിട്രേറ്റ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, രക്തബാങ്കിൽ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏത് എന്ന് ചോദിക്കുമ്പോൾ സോഡിയം സിട്രേറ്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ അടുത്തത് നോക്കാം, സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് സയനൈഡ് വിഷബാധയെ പ്രതിരോധിക്കാനായിട്ടാണ് നൽകി വരുന്നത്. അപ്പോൾ എന്താണ് കാര്യം? സയനൈഡുമായിട്ട് ഈ ഒരു സോഡിയം സംയുക്തം ചേർന്ന് എന്താണ്? തയോസയനേറ്റ് എന്നുള്ള വിഷം കുറഞ്ഞ ഒരു പദാർത്ഥമായിട്ട് മാറുന്നു. നമുക്കറിയാം സയനൈഡ് നമ്മുടെ ശരീരത്തിന് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സയനൈഡ് വിഷബാധ ഒരു ചെറിയ അളവിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം? സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിക്കാമെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് നിങ്ങൾക്കറിയാം സോപ്പ് നിർമ്മാണത്തിൽ ബേസുകൾ ഉപയോഗിക്കുന്ന കാര്യം അറിയാം. നമുക്കറിയാം ഹാർഡ് സോപ്പ് ആണെങ്കിൽ, അതായത് ഡിറ്റർജൻറ്റ് പോലത്തുള്ള വാഷിംഗ് സോപ്പുകളാണെങ്കിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുകൾ ഉപയോഗിക്കാറുണ്ട് സോപ്പ് നിർമ്മാണത്തിൽ. അതേപോലെ തന്നെ ഡിറ്റർജൻ്റ് അല്ല, വാഷിംഗ് സോപ്പുകളിൽ. അതേപോലെ നമ്മൾ ബാത്തിങ് സോപ്പിലാണെങ്കിൽ നമ്മൾ KOH ഉപയോഗിക്കും. അപ്പോൾ സോപ്പ് നിർമ്മാണത്തിന് ആരുടെ പ്രസൻസ് ഉണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ട്. അടുത്തത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് നമ്മൾ പറഞ്ഞു ഉപ്പിൻ്റെ ഫോർമുലയാണ് സോഡിയം ക്ലോറൈഡ്. അതേപോലെ തന്നെ ഐസ് ഉരുക്കാനായിട്ട്, അതായത് റോഡിലേക്ക് മഞ്ഞുരുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. എന്ത്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് ഈ സോഡിയം ക്ലോറൈഡ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഐസ് ആകുന്നത് തടയും. അങ്ങനെയാണ് അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പൊട്ടാസ്യത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോഡിയം കഴിഞ്ഞു, ലിഥിയം കഴിഞ്ഞു, ഇനി നമ്മൾ പഠിക്കുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ തേർഡ് എലമെൻ്റ് ആണ്. ആര്? ഫസ്റ്റ് ഗ്രൂപ്പിലെ തേർഡ് എലമെൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സോഡിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. അതേസമയം പൊട്ടാസ്യം സോഡിയത്തിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതാണ്. അപ്പോൾ ഇതും എന്താണ്? വായുവുമായി പ്രതിപ്രവർത്തിക്കുന്നതിനാൽ എന്തിൽ സൂക്ഷിക്കുന്നു? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. എല്ലാം നമ്മൾ ഈ ആദ്യം പറഞ്ഞ മെറ്റൽസ് എന്താ പറഞ്ഞേ? എല്ലാം ശക്തമായ നിരോക്സീകാരിയാണ് എന്ന് പറഞ്ഞു. ഇനി നോക്കാം, ഇതിൻ്റെ ഫ്ലെയിം ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. പൊട്ടാസ്യത്തിൻ്റെ ഫ്ലെയിം ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ പൊട്ടാസ്യം കത്തിക്കുമ്പോൾ എന്ത് കളറാണ് വരിക എന്ന് ചോദിച്ചാൽ ആ ഫ്ലെയിമിന് ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈലാക്ക് കളർ എന്ന് നമുക്ക് പറയാം. ഒരു ഫ്ലെയിം ടെസ്റ്റിൻ്റെ റിസൾട്ട് അതായിരിക്കും. പൊട്ടാസ്യത്തിൻ്റെ സംയുക്തങ്ങൾ ജ്വാലയിൽ ഇളം വയലറ്റ് നിറം നൽകുന്നു, അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറായിരിക്കും നൽകുന്നത്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പിലെ മൂന്നാമത്തെ മൂലകമാണ് പൊട്ടാസ്യം. സോഡിയത്തെക്കാൾ ക്രിയാശീലത കൂടുതലാണ്. ഇതും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു, ശക്തമായ നിരോക്സീകാരിയാണ്. പിന്നെന്താ? പൊട്ടാസ്യത്തിന്റെ സംയുക്തങ്ങൾ ജ്വാലയിൽ ഇളം വയലറ്റ് നിറം നൽകുന്നു. ഓക്കെ അല്ലേ? ഇനി ഇതെന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു പൊട്ടാസ്യം സോഡിയത്തിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ PSC ചോദിക്കുന്നതാണ്, കുറച്ച് മെറ്റൽസ് തരും, എന്നിട്ട് പറയും റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ ഇവയെ ക്രമീകരിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്കൊരു കോഡ് പഠിച്ചു വെക്കാം. അതാണ് നോക്കാം നമുക്ക്. P ഫോർ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, എന്താണ്? കാർബൺ, സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇത്രയതിൻ്റെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു കോഡാണ്. പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കെയർലെസ് സീബ്ര. ഫസ്റ്റ് അത് പഠിക്കുക. പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കെയർലെസ് സീബ്ര, ഇൻസ്റ്റഡ് ട്രൈ ലേണിംഗ് ഹൗ കോപ്പർ സേവ്സ് ഗോൾഡ്. ഇത്ര ആദ്യം പഠിക്കുക. പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കെയർലെസ് സീബ്ര, അത്രയും പഠിക്കുക. ഇൻസ്റ്റഡ് പകരം ട്രൈ ലേണിംഗ് ഹൗ കോപ്പർ സേവ്സ് ഗോൾഡ്. ട്രൈ ലേണിംഗ് ഹൗ കോപ്പർ സേവ്സ് ഗോൾഡ് എന്ന് പഠിക്കുക.
അപ്പോൾ എന്ത് കിട്ടും? പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കെയർലെസ് സീബ്ര, ഇൻസ്റ്റെഡ് ട്രൈ ലേണിംഗ് ഹൗ കോപ്പർ സേവ്സ് ഗോൾഡ്. 2 തവണ വായിച്ചു കഴിയുമ്പോൾ ഇത് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുവഴി നമുക്ക് പ്ലീസ് തൊട്ട് തുടങ്ങുന്നത് ആ പി ഫോർ പൊട്ടാസ്യം ആണെന്ന് പറഞ്ഞു, അത് ഹൈലി റിയാക്റ്റീവ് എന്നാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ പി ഫോർ പൊട്ടാസ്യം, എസ് ഫോർ സോഡിയം, സി ഫോർ എന്താണ് കാൽഷ്യം, എം ഫോർ മഗ്നീഷ്യം, എ ഫോർ അലൂമിനിയം, സി ഫോർ കാർബൺ, ഇസഡ് ഫോർ സിങ്ക്, ഐ ഫോർ അയൺ, ട്രൈഡ് ടി ഫോർ ടിന്ന്, എൽ ഫോർ ലെഡ്, ഹൗവിൻ്റെ എച്ച് എന്താണ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ നോൺ മെറ്റൽ ആണെന്നറിയാം. പിന്നെന്താ സി ഫോർ കോപ്പർ, എസ് ഫോർ സിൽവർ, ജി ഫോർ ഗോൾഡ് തന്നെ. അപ്പോൾ എന്താണ്? പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കെയർലെസ് സീബ്ര, ഇൻസ്റ്റെഡ് ട്രൈ ലേണിംഗ് ഹൗ കോപ്പർ സേവ്സ് ഗോൾഡ്. അപ്പോൾ എന്താണ്? റിയാക്ടിവിറ്റിയുടെ ഇത് കണ്ടല്ലോ, മേളിൽ നിന്ന് നമ്മൾ മോസ്റ്റ് റിയാക്റ്റീവ് ആണെന്ന് ആ റിയാക്ടിവിറ്റിയിൽ നിന്ന് താഴത്തേക്ക് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി റിയാക്ടിവിറ്റി സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ സോഡിയത്തിൻ്റെ സംയുക്തങ്ങൾ പഠിച്ചതുപോലെ ഇനി അടുത്തത് പഠിക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ സംയുക്തങ്ങളാണ്. ആദ്യം തന്നെ പറയുന്നത് KCl ആണ്. KCl എന്താണ്? വളം, മരുന്നുകളുടെ നിർമ്മാണത്തിന്. ഇത് സോഡിയം ക്ലോറൈഡ് പകരമായി ഉപ്പിൻ്റെ ഘടകമായും ഉപയോഗിക്കാറുണ്ട്. ഈ KClനെ ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നു, ഇന്ദുപ്പ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രഷറൊക്കെ ഉള്ളവർക്ക് സോഡിയം ക്ലോറൈഡിന് പകരം ഇന്ദുപ്പാണ് നൽകുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഇന്ദുപ്പിൻ്റെ ഫോർമുലയാണ് KCl എന്ന് പറയുന്നത്. അടുത്ത നോക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സോപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ ബേസ് ആയിട്ട് എന്തും ഉപയോഗിക്കാറുണ്ട്? KOH അഥവാ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് എന്തെന്നും അറിയപ്പെടുന്നു? കോസ്റ്റിക് പൊട്ടാഷ്. എന്തെന്നും അറിയപ്പെടുന്നു? കോസ്റ്റിക് പൊട്ടാഷ് എന്നും അറിയപ്പെടുന്നു. അതേപോലെ തന്നെ സോൾട്ട് പീറ്റർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. സോൾട്ട് പീറ്ററിന്റെ രാസനാമം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് എഴുതുക. പൊട്ടാസ്യം നൈട്രേറ്റ് അത് എന്തിലൊക്കെ ഉപയോഗിക്കുന്നു? വളം, പടക്ക നിർമ്മാണത്തിലെ മരുന്നുകളിലൊക്കെ പൊട്ടാസ്യം നൈട്രേറ്റ് അഥവാ KNO3 ഉപയോഗിക്കാറുണ്ട്. പേര് സോൾട്ട് പീറ്റർ, പൊട്ടാസ്യം നൈട്രേറ്റ്. ഇനി പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അഥവാ KMnO4. KMnO4 എന്തൊക്കെയായിട്ട് ഉപയോഗിക്കുന്നു? ആന്റിസെപ്റ്റിക് ആയിട്ടും ഓക്സികാരിയായിട്ടും ജലശുദ്ധീകരണം എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഈ ജലശുദ്ധീകരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏത് എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. ഏതാണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് ആൻസർ. അപ്പോൾ പൊട്ടാസ്യത്തിന്റെ എത്ര സംയുക്തങ്ങൾ നമ്മൾ പഠിച്ചു? 4 എണ്ണം പഠിച്ചു. പൊട്ടാസ്യം ക്ലോറൈഡ് എന്താണ്? വളം, മരുന്നുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കൂടാതെ ഉപ്പിന് അതായത് സോഡിയം ക്ലോറൈഡിന് പകരമായി ഉപയോഗിക്കുന്നു. അതായത് ഇന്ദുപ്പ് എന്നും അറിയപ്പെടുന്നു. അടുത്തത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. എന്തെന്നും അറിയപ്പെടുന്നു? കോസ്റ്റിക് പൊട്ടാഷ് എന്നും അറിയപ്പെടുന്നു. സോൾട്ട് പീറ്റർ പറഞ്ഞു, വളം, പടക്കം, മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആന്റിസെപ്റ്റിക് ഓക്സികാരി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ജലശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഇനി ഒരു പൊട്ടാസ്യത്തിന്റെ 2 പോയിന്റും കൂടെ ഉണ്ട്. കാലിയം. കാലിയം എന്നും അറിയപ്പെടുന്ന മൂലകം ഏതാണ്? പൊട്ടാസ്യമാണ്. കാലിയം, K ഫോർ കാലിയം. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ നിങ്ങൾക്ക് അറിയാലോ, K ആണല്ലോ. അപ്പോൾ K ഫോർ കാലിയം. പിന്നെ സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്ന ലോഹങ്ങൾ. സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്ന ലോഹങ്ങളാണ് പൊട്ടാസ്യവും സോഡിയവും. സോഡിയം ഒക്കെ നിങ്ങൾ ആദ്യത്തെ ഇമേജിൽ കണ്ടതുപോലെ നമുക്ക് എന്താണ്? ഒരു നൈഫ് കൊണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും സോഫ്റ്റ് ആണ്. അതേസമയം നമ്മുടെ സ്വർണവും അയണും ഒക്കെ ഓർക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സോഫ്റ്റ് മെറ്റൽസ് സോഡിയവും പൊട്ടാസ്യവും ഒക്കെ സോഫ്റ്റ് മെറ്റൽ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത മെറ്റലിലേക്ക് പോവാണ്, കാൽഷ്യം. അല്ലേ? കാൽഷ്യം നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് എന്തെന്ന് പറയുന്നത്? കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കാൽഷ്യം കാർബണേറ്റിനെ പറ്റിയാണ്. കാൽഷ്യം സംയുക്തങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കാൽഷ്യം കാർബണേറ്റിനെ പറ്റിയാണ്. നോക്കാം. കാൽഷ്യം കാർബണേറ്റിന്റെ ഫോർമുല CaCO3 എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിനെ ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ അറിയപ്പെടും. ചുണ്ണാമ്പ് കല്ല്, കക്ക, ഒച്ചിന്റെ പുറന്തോട്, മുത്ത് അഥവാ പേള്, മുട്ടയുടെ പുറന്തോട് എന്നിവയിലെല്ലാം എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇവയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം സംയുക്തം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ
കാൽഷ്യം കാർബണേറ്റിനെ പറ്റി നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കാൽഷ്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് സിമന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിമന്റിലും ഉപയോഗിക്കുന്ന പ്രധാന റോ മെറ്റീരിയൽ അഥവാ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് തന്നെയാണ് സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് അറിയുമല്ലോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്കറിയാം, നമ്മൾ പ്ലാസ്റ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫോർമുല ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുലയാണ് CaSO4 ½ CaSO4 ½ അതേപോലെ തന്നെ ജിപ്സം എന്നൊരു സാധനമുണ്ട്. ഈ ജിപ്സം എന്ന് പറയുന്നത് സിമന്റിന്റെ സെറ്റിംഗ് ടൈം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്തെന്ന് പറയുന്നത്? ജിപ്സം എന്ന് പറയുന്നത്. ജിപ്സത്തിലെ വെള്ളം അതായത് വെള്ളം കളയുന്ന ഒരു അവസ്ഥ, വെള്ളമില്ലാത്ത ആ ഒരു അവസ്ഥേനെയാണ് എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജിപ്സമായി മാറും. ജിപ്സം എന്തിനു ഉപയോഗിക്കുന്നു? സിമന്റിന്റെ സെറ്റിംഗ് സമയം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല കാൽഷ്യം സൾഫേറ്റ് ½ CaSO4 ½ ജിപ്സം ആകുമ്പോൾ അത് 2H2 ആണ്. ഓക്കെ, 2H2 ആണ്. CaSO4 2H2O. അപ്പോൾ എന്താണ് ½ അതായത് ജിപ്സത്തിന്റെ ഡീഹൈഡ്രേറ്റഡ് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. നോക്ക്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളവുമായി ചേരുമ്പോൾ ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജിപ്സം എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളവുമായി ചേരുമ്പോഴാണ് ജിപ്സം ലഭിക്കുന്നത്. ഈ ഒരു ഫോർമുലയും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തത് മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു എലമെന്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മഗ്നീഷ്യം. അപ്പോൾ മഗ്നീഷ്യത്തിനെ കെമിക്കൽ സണ്ണ് എന്നും അറിയപ്പെടുന്നു. എന്തെന്നും അറിയപ്പെടുന്നു? കെമിക്കൽ സണ്ണ് എന്നറിയപ്പെടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മഗ്നീഷ്യം നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഒരു ബ്രൈറ്റ് ഒരു ലൈറ്റ്, ഒരു തീവ്രമായ ഒരു ലൈറ്റ് അവിടെ രൂപപ്പെടും. നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം അല്ലേ? കണ്ടില്ലേ? ഒരു തീവ്രമായ ഒരു ലൈറ്റ് കത്തിച്ചപ്പോൾ ഉണ്ടായി. അതുകൊണ്ടാണ് എന്തെന്നറിയപ്പെടുന്നത്? മഗ്നീഷ്യത്തിനെ കെമിക്കൽ സണ്ണ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ഇലകളിൽ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും ഏത് തന്നെയാണ്? മഗ്നീഷ്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അസിഡിറ്റിക്കെതിരെ നമ്മൾ കഴിക്കുന്ന ഒന്നാണ് അൻറ്റാസിഡുകൾ. അൻറ്റാസിഡുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മഗ്നീഷ്യം സംയുക്തമാണ് എന്ത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ. എന്താണ്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ സമുദ്രജലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മൂലകങ്ങൾ സമുദ്രജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോഡിയം നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. അതിൻ്റെ കൂടെ ഉള്ളതാണ് മഗ്നീഷ്യം, ക്ലോറിൻ, ബ്രോമിൻ എന്നിവയും എന്താണ്? സമുദ്രജലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നവയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ മഗ്നീഷ്യത്തിനെ കെമിക്കൽ സണ്ണ് എന്നറിയപ്പെടുന്നു. ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും മഗ്നീഷ്യമാണ്. അൻറ്റാസിഡായി പ്രവർത്തിക്കുന്ന മഗ്നീഷ്യം സംയുക്തം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ മിൽക്ക് ഓഫ് മഗ്നീഷ്യ. സമുദ്രജലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മൂലകങ്ങൾ മഗ്നീഷ്യമുണ്ട്, സോഡിയമുണ്ട്, ക്ലോറിനുണ്ട്, ബ്രോമിനുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മെർക്കുറി. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ മെർക്കുറി റൂം ടെമ്പറേച്ചറിൽ എന്താണ്? ലിക്വിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? ലിക്വിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആദ്യ സൂപ്പർ കണ്ടക്ടർ എന്ന വിശേഷണം ആർക്കുള്ളതാണ്? മെർക്കുറിക്കുള്ളതാണ്. ആദ്യ സൂപ്പർ കണ്ടക്ടർ. അതേപോലെ തന്നെ ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. കണ്ടില്ലേ? -38.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെർക്കുറിയുടെ അയിര് എന്താണെന്നുള്ളത്. സിന്നബാർ. മെർക്കുറിയുടെ അയിര് സിന്നബാർ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ മെർക്കുറിയുടെ മറ്റൊരു പേരാണ് ക്വിക്ക് സിൽവർ എന്നും അറിയപ്പെടുന്ന ഏതാണ്? മൂലകം അഥവാ ലോഹം എന്ന് ചോദിച്ചാൽ എന്താണ്? മെർക്കുറിയാണ് എന്നറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സോഡിയം അമാൽഗം, ടിൻ അമാൽഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അമാൽഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലോഹം മെർക്കുറിയുടെ കൂടെ അതായത് ഇപ്പോൾ ഒരു സോഡിയം എന്ന് വിചാരിച്ചോ, സോഡിയവും മെർക്കുറിയും ചേർന്നിട്ടാണ് നമ്മൾ സോഡിയം അമാൽഗം എന്ന് പറയുന്നത്. സോഡിയവും മെർക്കുറിയും കൂടെ ചേർന്ന്, അത് ഏതെങ്കിലും ഒരു മെറ്റലും മെർക്കുറിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സോഡിയം മെർക്കുറി ആയിട്ട് ചേരുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? സോഡിയം അമാൽഗം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ടിന്ന് മെർക്കുറി ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ടിൻ അമാൽഗം എന്ന്
പറയും. അതേപോലെ തന്നെ മെർക്കുറിയുടെ അളവ് അളക്കുന്ന യൂണിറ്റ്, മെർക്കുറി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലാസ്ക് ആണ്. എന്താണ്? ഫ്ലാസ്ക് ആണ്. ഫ്ലാസ്ക് ആണ് മെർക്കുറി മെഷർ ചെയ്യുന്ന യൂണിറ്റ്. ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് 34.5 കിലോഗ്രാം ആണ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ആദ്യ സൂപ്പർ കണ്ടക്ടർ ആണ് മെർക്കുറി. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹവും മെർക്കുറി തന്നെ. മെർക്കുറിയുടെ ഐറിസ് സിന്നബാർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിക്ക് സിൽവർ എന്നും അറിയപ്പെടുന്ന ലോഹം ആണ് എന്നറിയുക. ഒരു ലോഹം മെർക്കുറി ആയിരിക്കുന്ന ഒരു പ്രത്യേക തരം ലോഹ സങ്കരമാണ് എന്ത്? അമാൽഗം എന്ന് പറയുന്നത്. ഇനി ഉത്കൃഷ്ട ലോഹങ്ങൾ അഥവാ നോബൽ മെറ്റൽസ്, നമ്മുടെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയൊക്കെയാണ് ഉത്കൃഷ്ട ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവ എന്താണ്? ഓക്സിഡേഷന് വിധേയമാകുന്നില്ല വേഗം. ഓക്കെ, ഓക്സിഡേഷന് വിധേയമാകാത്തത്, അതായത് വേഗം വിധേയമാകാത്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നോബൽ മെറ്റൽസ് എന്ന് പറയുന്നത്. അതായത് കൊറോഷൻ ഒന്നും പെട്ടെന്ന് സംഭവിക്കില്ല. നമുക്കറിയാം, ഒരു ഇരുമ്പ് കഷ്ണം നമ്മൾ കുറച്ച് കാലം വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് അത് കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ തുരുമ്പിക്കും. അതേപോലെ സ്വർണം, വെള്ളി എന്നിവ സംഭവിക്കുമോ? ഇല്ല, നമുക്കറിയാം. അതാണ് ഈ ഉത്കൃഷ്ട ലോഹങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊറോഷനൊക്കെ റെസിസ്റ്റൻ്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇതൊരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെ? സ്വർണം, വെള്ളി, പ്ലാറ്റിനം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നുള്ളതാണ്. ഇനി ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണത്തിനാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ചെറിയ വെള്ളി പ്ലാറ്റിനം, വെളുത്ത സ്വർണം പ്ലാറ്റിനം. സ്വർണത്തിന്റെ ദ്രവണാങ്കം നോക്കിക്കേ, വളരെ കൂടുതലാണ്. 1064 ഡിഗ്രി സെൽഷ്യസ്. 1064 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്വർണത്തിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം നമുക്കറിയാവുന്നതുപോലെ തന്നെ 22 ക്യാരറ്റ് സ്വർണമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം, 22 ക്യാരറ്റ് സ്വർണത്തിന്റെ അളവ് നോക്കാം. 91.6% ഓഫ് സ്വർണമാണ് 22 ക്യാരറ്റ് സ്വർണത്തിൽ ഉള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ടേം ആണ് ഭാരതീയ നിർദ്ദേശക ദ്രവ്യ, BND 4201. ഭാരതീയ നിർദ്ദേശക ദ്രവ്യ എന്ന് പറയുന്നത് ഹൈ പ്യൂരിറ്റി ഉള്ള ഗോൾഡിന്റെ ഒരു റെഫറൻസ് ആണ് ഈ BND കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 99.99% ഓഫ് ഗോൾഡ്, നമ്മളിപ്പോൾ 22 ക്യാരറ്റ് പറഞ്ഞു, 91.6% ആണെന്ന് പറഞ്ഞു. അതേപോലെ 99.99% ഓഫ് ഗോൾഡിന്റെ കണ്ടന്റ് ഉള്ള അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? BND എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പറഞ്ഞിരിക്കുക, ഭാരതീയ നിർദ്ദേശക ദ്രവ്യ. ഭാരതീയ നിർദ്ദേശക ദ്രവ്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഉയർന്ന ശുദ്ധിയുള്ള സ്വർണ്ണ റഫറൻസ് സ്റ്റാൻഡേർഡ് ആണ് ഈ BND എന്ന് പറയുന്നത്. ഇനി സയനൈഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കാവുന്ന ലോഹങ്ങൾ ഏതെല്ലാം? സയനൈഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കാവുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി എന്നിവ. ഇനി നോക്കാം, ഫൗണ്ടൻ പേനയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഫൗണ്ടൻ പേനയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന ലോഹമാണ് ഓസ്മിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് ഡെൻസസ്റ്റ് മെറ്റൽ ഏതാണ്? അതായത് ഏറ്റവും സാന്ദ്രത കൂടിയ മെറ്റൽ ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? നമ്മുടെ ഓസ്മിയം തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും ഫൂൾസ് ഗോൾഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഈ അയൺ പൈറേറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫൂൾസ് ഗോൾഡ് അഥവാ മണ്ടന്റെ സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി നോക്കാം, ചില സ്വർണത്തിന്റെ പല പേരുകളാണ്. വെളുത്ത സ്വർണം, പ്ലാറ്റിനം, കശുവണ്ടി എന്നിവയെ വെളുത്ത സ്വർണം എന്നും അറിയപ്പെടുന്നു. ഒഴുകുന്ന സ്വർണം ഏത് എന്ന് ചോദിച്ചാൽ പെട്രോളിയം ആണ്. ഒഴുകുന്ന സ്വർണം ഏത്? പെട്രോളിയം ആണ് ഒഴുകുന്ന സ്വർണം. കറുത്ത സ്വർണം ഏതാണ്? പെട്രോളിയം, കുരുമുളക് എന്നിവയൊക്കെ കറുത്ത സ്വർണം എന്നും അറിയപ്പെടുന്നു. നീല സ്വർണം വെള്ളത്തിനെയാണ്. പച്ച സ്വർണം വാനില, കറുത്ത വജ്രം കൽക്കരി. ഈ സ്വർണത്തിന്റെ സവിശേഷതകൾ ഒന്ന് പഠിച്ചിരിക്കുക. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എമറാൾഡ്, സഫയർ, റൂബി. അപ്പോൾ ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട് ഏതാണ്? എന്താണ് അതിന്റെ കെമിക്കൽ കണ്ടന്റ് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ എമറാൾഡിന്റെ നോക്കിയേ, ബെറീലിയം അലൂമിനിയം സിലിക്കേറ്റ്. എന്താണ്? ബെറീലിയം അലൂമിനിയം സിലിക്കേറ്റ് എന്നുള്ളതാണ് എമറാൾഡിന്റെ
ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. സഫയർ എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡ് ആണ് അതിന്റെ മെയിൻ കണ്ടന്റ്. അലൂമിനിയം ഓക്സൈഡ് ആണ് മെയിൻ കണ്ടന്റ്. റൂബിയുടെയും കണ്ടന്റ് അലൂമിനിയം ഓക്സൈഡ് ആണ്. അതേപോലെ ടോപ്പാസ് എന്ന് പറയുന്നതും ഇതേപോലത്തെ ഒരു കല്ലാണ്. അതിന്റെ കണ്ടന്റ് അലൂമിനിയം ഫ്ലൂറിൻ സിലിക്കേറ്റ്. അലൂമിനിയം ഫ്ലൂറിൻ സിലിക്കേറ്റ്. ഇനി ഒപ്പാൽ എന്ന് പറയുന്നതും ഇതുപോലത്തെ ഒരു സ്റ്റോൺ ആണ്. ഇത് കണ്ടില്ല, ഇതുപോലൊരു ഷൈനിങ് അപ്പിയറൻസ് ഉള്ള ഒരു സ്റ്റോൺ ആണ്. ഇത് ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡ്. ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഇതിന്റെ കണ്ടന്റ്. ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ എമറാൾഡ് ബെറീലിയം അലൂമിനിയം സിലിക്കേറ്റ്, സഫയർ അലൂമിനിയം ഓക്സൈഡ്, റൂബിയും അലൂമിനിയം ഓക്സൈഡ്, ടോപ്പാസ് അലൂമിനിയം ഫ്ലൂറിൻ സിലിക്കേറ്റ്, ഒപ്പാല് ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ചെമ്പ്. ചെമ്പ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് എന്ത്? കോപ്പർ എന്ന് പറയുന്നത്. അതിന്റെ ധാതുവാണ് മാലക്കൈറ്റ് എന്ന് പറയുന്നത്. മാലക്കൈറ്റ്. ഇനി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹ സങ്കരം ഏത്? വെങ്കലം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹ സങ്കരം അതാണ് ഇത്, വെങ്കലം. വെങ്കലം എന്തൊക്കെയാണ്? ടിന്നും ചെമ്പും ചേർന്നതാണ് വെങ്കലം എന്ന് പറയുന്നത്. അതേപോലെ സിങ്കും ചെമ്പും ചേർന്നതാണ് പിച്ചള അഥവാ ബ്രാസ് എന്ന് പറയുന്നത്. പിച്ചള അഥവാ ബ്രാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലൂമിനിയം ആണ് പഠിക്കുന്നത്. അലൂമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട ഓർ ബോക്സൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അലൂമിനിയം ബോക്സൈറ്റ് നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുത്തു. ആര്? ആദ്യമായി വേർതിരിച്ചെടുത്തത് ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. ആദ്യമായി ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്തത് ആരാണ്? ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. അലൂമിനിയം ബോക്സൈറ്റിൽ നിന്നല്ലാതെ ആദ്യമായി അലൂമിനിയം വേർതിരിച്ചെടുത്തത് ഹാൻസ് ഓർസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഹാൻസ് ഓർസ്റ്റഡ്. പിന്നെ പഠിച്ചിരിക്കേണ്ടത് ഈ നിർമ്മാണ പ്രക്രിയയാണ്. അലൂമിനിയത്തിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഹോൾ ഹെറാൾട്ട് പ്രോസസ് ആണ്. ഹോൾ ഹെറാൾട്ട് പ്രോസസ് ആണ് അലൂമിനിയത്തിന്റെ നിർമ്മാണ പ്രക്രിയ. അതിന്റെ ശുദ്ധീകരണ പ്രക്രിയയെ ഹൂപ്സ് പ്രക്രിയ എന്നും അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ഹൂപ്സ് പ്രക്രിയ എന്നും അറിയപ്പെടുന്നു. പിന്നെ ബോക്സൈറ്റിൽ നിന്നും അയിര് സാന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയനെ പറയുന്നതാണ് ലീച്ചിങ്. ഈ ലീച്ചിങ് നിങ്ങൾ പല തവണ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബോക്സൈറ്റിൽ നിന്ന് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന, അതായത് ഈ ഓർ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഇനി ശക്തമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം. ശക്തമായ കാന്തങ്ങൾ, അതായത് പെർമനന്റ് ആയിട്ടുള്ള സ്ട്രോങ് പവർഫുൾ മാഗ്നറ്റ്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം, അലൂമിനിയം സംയുക്തം എന്ന് പറയുന്നത് അൽനിക്കോ ആണ്. അൽനിക്കോ അലൂമിനിയം നിക്കിള് കൊബാൾട്ട്, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഫുള്ള് പേര് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, അലൂമിനിയം നിക്കിള് കൊബാൾട്ട്. അതിനെയാണ് നമ്മൾ അൽനിക്കോ എന്ന് വിളിക്കുന്നത്. ശക്തമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം അൽനിക്കോ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ടിന്നും ലെഡും. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിന്ന് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ടിന്നാണ്. അതേപോലെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയിൽ ആലേപന ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അമാൽഗം. റിഫ്ലക്റ്റിംഗ് മിറേഴ്സിൽ ആലേപന ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അമാൽഗമാണ് ടിൻ അമാൽഗം എന്ന് പറയുന്നത്. ഇതാണ് ടിൻ അമാൽഗം. ഇനി നോക്കാം, വാഹനങ്ങളുടെ എക്സ്ഹോസ്റ്റ് പൈപ്പിലൂടെ പുറത്തു വരുന്ന ലോഹം, അതാണ് ലെഡ്. വാഹനങ്ങളുടെ എക്സ്ഹോസ്റ്റ് പൈപ്പിലൂടെ പുറത്തു വരുന്ന ലോഹം ലെഡാണ്. അതേപോലെ തന്നെ സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് ടിന്നും ലെഡും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെക്കുറിച്ച്, മെറ്റൽസിനെ കുറിച്ച് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഫോഴ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതേപോലെ 10th പ്ലസ് ടുവിൻ്റെയും 10th മെയിൻസിൻ്റെയും ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചുകൾ February 3-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് റാങ്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. കോഴ്സിന് എത്രയും വേഗം അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.